ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ഇന്നിടുന്ന വീഡിയോയ്ക്ക് ആയിരിക്കുമല്ല മിക്കപ്പോഴും ഓരോരുത്തരും വന്ന് കമൻറ്റ് ഇടുന്നത്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയുടെ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞായിരിക്കും മിക്കവരും വന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, ചേച്ചി ഈ വീഡിയോ ഒന്നും കൂടെ ചെയ്യാമോ, ഞാൻ കണ്ടില്ല, ഇത് എനിക്കിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇനി ഇത് കാണാതെ പോയവർക്ക് കൂടെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. പറയുന്ന കാര്യങ്ങൾ മൊത്തം വ്യക്തമായിട്ട് കേട്ടതിന് ശേഷമേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലാതെ അറ്റവും മൂലം കേട്ടിച്ച് മാത്രമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിൽക്കരുതേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ ആരും ഹൈപ്പൊന്നും ചെയ്യുന്നില്ല. എനിക്കൊന്നും ആർക്കും ഹൈപ്പ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് താഴെ എഴുതി വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റത്ത് ഹൈപ്പ് എന്നുണ്ട്. അത് ഇങ്ങോട്ട് നീക്കിച്ചാൽ ഹൈപ്പ് നീക്കി കഴിയുമ്പോഴത്തേക്ക് പോയിൻ്റ് വരും. പോയിൻ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ആ സൈഡിലോട്ട് അത് മാറ്റിയതിന് ശേഷം കമൻറ്റ് വിടാൻ പറ്റും കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുന്നൊരു ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് ചെയ്ത് ശരിക്കും റിസൾട്ട് കിട്ടിയാണ്. ഒത്തിരി പേരോട് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞൊരു കാര്യമാണ്. ഇത് നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി, ഇതൊരു പ്രാർത്ഥനയാണ്, നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കിട്ടും. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇത് എത്ര ദിവസം ചെയ്യുക അങ്ങനെ ഒരു കണക്കില്ല ഇതിന്. നമ്മുടെ കാര്യം സാധിക്കുന്നിടം വരെ, നമ്മുടെ കാര്യം സാധിക്കുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൂടുതൽ പോകത്തില്ല ഈ കാര്യം സാധിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പിറ്റേ ദിവസം തന്നെ കാര്യം സാധിക്കുന്നവരുണ്ട്. ചിലപ്പോൾ കുറച്ച് ദിവസം നീണ്ടു പോകുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഈ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ അതിലൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയാം കേട്ടോ. ഇപ്പോഴല്ല, ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം ആദ്യം ഇത് എന്നതാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ കൈയും മുഖം എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ എടുക്കുക. ഒരു വെള്ള പേപ്പർ എടുത്ത് വെച്ച് ആ പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് കണ്ടേച്ച് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാമേ. ആ എഴുതുന്ന എന്നാന്നുള്ളത് കാണിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു വെള്ള പേപ്പറിലാണ് എഴുതിയേക്കുന്നത്. പേപ്പറിൻ്റെ നടുക്കായിട്ട് എഴുതുക. ഞാൻ എഴുതിയത് ഇച്ചിരി മേളിലോട്ട് കയറിപ്പോയി കേട്ടോ. താഴത്ത് എത്ര സ്ഥലമുണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ നടുക്കായിട്ട് എഴുതുക. നടുക്കായിട്ട് എഴുതിയതിന് ശേഷം ഇപ്പം ഞാൻ ഇതെനിക്ക് ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതിയേക്കുന്നുള്ളൂ. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി എനിക്ക് കിട്ടി, അത് നമുക്ക് കിട്ടിയെന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ആദ്യം ഇങ്ങനെ എഴുതുക. എഴുതി വെച്ച് നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ശ്രീം എന്നെഴുതുക. ഇങ്ങനെ നമ്മൾ 14 പ്രാവശ്യം വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ എഴുതി, പിന്നെ നമ്മൾ ഇവിടെ എഴുതുക, പിന്നെ നമ്മൾ ഇവിടെ എഴുതുക, പിന്നെ നമുക്ക് എണ്ണിക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 കറക്റ്റ് 14 നമ്മളിതിൻ്റെ ചുറ്റിനും എഴുതി. നമ്മളിതിന് ചുറ്റിനുമാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പം ഇങ്ങനെ ശ്രീന്ന് നമ്മൾ 14 തവണ ഇതിന് ചുറ്റിനും എഴുതുക. അപ്പം നിങ്ങൾക്ക് ഞാനിതൊന്ന് ഇതായിട്ട് കാണിച്ച് നിൽക്കുന്നുള്ളൂ. ഇത് വരയ്ക്കൊന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പേപ്പർ വരയ്ക്കൊന്നും ചെയ്യരുത്. നമ്മളെ പേപ്പർ വേറെ ഒന്നും വരയ്ക്കെടുക്കുകയൊന്നും ചെയ്യില്ല. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ച് കാണിച്ചുള്ളൂ. കാര്യം ഇതെനിക്ക് ആവശ്യമുള്ള പേപ്പറല്ല കേട്ടോ. അതുകൊണ്ടാണ്, എനിക്കിപ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ ഞാനിത് മാത്രം ഇതിൽ ഇതുപോലെ വരയ്ക്കൊന്നും ചെയ്യത്തില്ല കേട്ടോ. അതിനി ആരും അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, ഞാനിപ്പോൾ അറിയാതെ ഇതൊന്ന് വരച്ച് പോയതാണ്. അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേപ്പറിൻ്റെ നടുക്ക് നമ്മുടെ ആഗ്രഹം എഴുതിയതിന് ശേഷം ചുറ്റും ശ്രീം എന്ന് എഴുതുക. അങ്ങനെ നമ്മൾ 14 പ്രാവശ്യം എഴുതിയതിന് ശേഷം ഈ പേപ്പർ നമ്മൾ 4ആയിട്ട് മടക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്, ഞാൻ മടക്കി കാണിക്കാം. ഇതുപോലൊരു ചെറിയതായിട്ട് മടക്കി നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം
പേപ്പറിൽ എഴുതുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ പേപ്പറിൽ എഴുതുന്നത്. അതൊരു ബുക്കിൻ്റെ വെള്ള പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത പേപ്പറോ, വെള്ള പേപ്പർ ആയിരിക്കണം, വരയുള്ളതൊന്നും ആയിരിക്കില്ല, വെള്ള പേപ്പർ ആയിരിക്കണം. അങ്ങനത്തെ ഒരു പേപ്പറിൽ നിങ്ങൾ കറുത്ത മഷി കൊണ്ട് എഴുതരുത്, നീലമഷി കൊണ്ട് എഴുതാവുള്ളൂ. നീലമഷി കൊണ്ടോ പച്ചമഷി കൊണ്ടോ നമുക്ക് എഴുതാം. കറുത്ത മഷി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നില്ലേ, അപ്പോൾ അതിന് കറുത്ത മഷി ഉപയോഗിക്കാതിരിക്കുക. പച്ചയോ നീലമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഏതെങ്കിലും, ഞാനിപ്പോൾ നീലമഷി കൊണ്ടല്ലേ എഴുതിയത്, അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മഷി കൊണ്ട് നമ്മൾ എഴുതിയതിന് ശേഷം ഇത് നമ്മുടെ കാര്യം സാധിച്ചു, നമുക്കിത് കിട്ടി എന്ന് നല്ല വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ആ പേപ്പർ നമ്മൾ എഴുതിയേക്ക്, നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടി എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ കല്യാണത്തിൻ്റെ ആണെങ്കിൽ കല്യാണം നടന്നു, അല്ലെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇത് പഠിക്കാൻ പോകുന്നു, അതിന് നമുക്ക് അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ വേണം, അങ്ങനെ എന്നതാണോ നമുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുള്ളത് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ ഉയർച്ച ഇച്ചിരിയുടെ ഇത് നല്ല ഇതായിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരിയുടെ ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ അതല്ല, ഇനിയൊരു വസ്തു കച്ചവടമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ, വസ്തു കച്ചവടമാണെങ്കിൽ എല്ലാം നമുക്ക് കിട്ടി എന്നുള്ള രീതിക്ക് വേണം നമ്മൾ എഴുതാനായിട്ട്. വസ്തു കച്ചവടമാണെങ്കിൽ വസ്തു കച്ചവടം നടന്നു എന്നും പറഞ്ഞിട്ട് വേണം നമ്മുടെ പേപ്പറിൽ എഴുതാനായിട്ട്. നമുക്കൊരു വീടുണ്ടാകാനാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടി എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. വീട് കിട്ടി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വീട് കിട്ടുമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞ് കിട്ടും, നിങ്ങൾക്ക് അതിനുള്ള വഴി തെളിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതിനുമ്പ് ഒരു കാര്യം പറയും, ഈ പേപ്പർ എന്നിട്ട് നമ്മൾ മടക്കി ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുക. ഇനി നമ്മൾ കിടക്കുന്ന തലേണയുടെ അടിയിലാണെങ്കിലും എടുത്ത് കളയാത്തൊരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. അതല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എവിടെയെങ്കിലും ആരും എടുത്ത് കളയാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അതെടുത്ത് സൂക്ഷിച്ച് വെക്കുക, അതെടുത്ത് കളയരുത്. നമുക്ക് ആ പേപ്പർ എഴുതി നമ്മളത് വെച്ചതിന് ശേഷം നേരം വെളുത്തതിന് ശേഷം നമ്മൾ ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. അത് നമ്മൾ രാവിലെ എണീറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം നമ്മൾ, കിഴക്ക് വശം എവിടെയെന്ന് വെച്ചാൽ ആ വശത്തേക്ക് നോക്കി വേണം നമ്മൾ ചെല്ലാനായിട്ട്. അപ്പം ആരാണ്ട് ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, കിഴക്ക് വശം എവിടെയെന്നത്. ഒരു ഇച്ചിരി രാവിലെ എണീറ്റാൽ മതി, ഒരു 6 മണിക്ക് എണീറ്റാൽ മതി. സൂര്യൻ ഉദിച്ച് വരുന്ന എവിടെ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റും. അന്നേരം നമ്മൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് എണീക്കുന്നവർക്ക് അതൊന്നും അറിയാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റാൽ മതി, ഒരു 6:30 എണീറ്റാലും മതി. സൂര്യൻ എവിടെ നിന്നാണ് ഉദിച്ച് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആ വശമാണ് നമുക്ക് കിഴക്ക് വശം എന്ന് പറയുന്നത്. അപ്പം അതുപോലും ഒന്ന് രാവിലെ എണീറ്റ് നോക്കാൻ വയ്യാത്തവരാണ് കിഴക്ക് വശം എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, ഓരോരുത്തരുടെ സ്വഭാവം ഓരോ രീതിയാണ്. അപ്പം ആ കിഴക്ക് വശത്തോട് തിരിഞ്ഞിരുന്ന് വേണം നമ്മൾ ഇനിയുള്ള ഈ മന്ത്രം ചെല്ലാനായിട്ട്. അപ്പം നമ്മൾ രാവിലെ ഈ മന്ത്രം ചെല്ലുമ്പം നമ്മൾ ഈ പേപ്പർ എടുത്ത് കൈ പിടിക്കണമെന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, നമ്മൾ കുറച്ച് ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ അത് കാണാപ്പാടെ നമ്മളങ്ങ് പഠിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത കാര്യത്തിന് വേണ്ടി ചെയ്യുമല്ലേ. അപ്പം ഞാൻ വെച്ചാൽ ഫോണിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് കറക്റ്റാക്കി വെക്കുമായിരുന്നു. കറക്റ്റാക്കി വെച്ചിട്ട് രാവിലെ ഞാൻ എടുക്കുന്നത് എനിക്ക് ആ ഒരു ഇത് ലോക്ക് മാറുന്നതേ ആ സ്ക്രീൻഷോട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ മന്ത്രം അതിനകത്ത് നോക്കി ചെല്ലാൻ പറ്റും. അപ്പം നമ്മളിത് എണീക്കുന്നതേ ചെല്ലാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ എണീക്കുന്നതേ വേണം അവിടെ ഇനി ചെല്ലാനായിട്ട്. അല്ലാതെ നമ്മൾ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയതിനൊക്കെ വന്നതിന് ശേഷമല്ല ചെയ്യേണ്ടത്. നമ്മൾ എണീക്കുന്നതേ ആ കട്ടിലെ ഇരുന്ന് തന്നെ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലണമെന്നാണ് പറയുന്നത്. എന്നാലേ നമുക്കതിന് പ്രയോജനം ഉണ്ടല്ലോ. അത്രയ്ക്ക് നമ്മൾ അങ്ങനെ വിശ്വാസത്തോടുകൂടി ചെയ്ത് ഉറപ്പായിട്ട് നമുക്കത് സാധിച്ചു കിട്ടും. അപ്പം ആ മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. അതും നിങ്ങൾ ഇതുപോലൊന്ന് അതും ഞാൻ എഴുതിയേക്കുന്നതിൻ്റെ ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. കാര്യം നമ്മൾ പറയുമ്പം ചിലപ്പോൾ ചില വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരും. അപ്പം നിങ്ങൾക്ക് അത് സംശയം വരും. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത് ഉള്ളതായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ മഹാലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്. സർവജ്ഞ സർവവരദേ സർവദുഷ്ട ഭയങ്കരി ദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. ഈ മന്ത്രം നമ്മളൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യമായിട്ട് ചെല്ലുക. ഈ മന്ത്രമാണ് ചെല്ലുന്നത്. ഇത് രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ചെല്ലാം. അതിപ്പോൾ മന്ത്രം ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ 1 പ്രാവശ്യം ചെല്ലുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ 1 പ്രാവശ്യം മാത്രമായിട്ട് ചെല്ലുക. അല്ലെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ചെല്ലുക. 2 പ്രാവശ്യമായിട്ട് ചെല്ലി നിർത്തരുത്. 3 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ചെല്ലുക. നമുക്ക് പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് രാവിലെ എണീറ്റ് പോകേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ 1 പ്രാവശ്യം ചെല്ലാനുള്ള സമയത്ത് വെച്ചാൽ ഒരു ഇച്ചിരി നേരമുള്ളൂ, 2-3 സെക്കൻഡേ എടുക്കുകയുള്ളൂ. ചെല്ലണമെങ്കിൽ ചെല്ലാം. നമുക്ക് ആദ്യത്തെ ദിവസം നമ്മൾ നോക്കി വായിക്കുമ്പോൾ ഒരു ചെറിയ തപ്പലോടുകൂടി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത്. അപ്പം അത് നമ്മൾ ഒരു 2-3 പ്രാവശ്യം അതൊന്ന് വായിച്ചതിന് ശേഷം നമ്മൾ രാവിലെ വായിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റും. 3 പ്രാവശ്യം അങ്ങനെ ചെല്ലേണ്ടവർക്കാണെങ്കിൽ ചെല്ലാം. അതല്ലെങ്കിൽ 2 പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ചെല്ലേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെല്ലാം. എന്നെയല്ലേ നിങ്ങൾ ആദ്യ പ്രാവശ്യം എങ്ങനെ ചെല്ലുന്നോ അതുപോലെ ആയിരിക്കണം ബാക്കിയുള്ള ദിവസങ്ങളും ഈ ഒരു കാര്യം സാധിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതരുത്. ഒറ്റ കാര്യങ്ങളെ എഴുതാവുള്ളൂ. ചിലർ ചോദിക്കും 2-3 കാര്യങ്ങൾ എഴുതിട്ടെന്ന്. ഒറ്റ കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം ഈ പേപ്പർ എന്നെ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തടത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയോ ചെയ്യാം. വീണ്ടും ഈ പേപ്പർ തന്നെ ഉപയോഗിക്കരുത്. വീണ്ടും അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പം അടുത്ത
പേപ്പർ എടുക്കുക, എഴുതുക. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് ദിവസവും പേപ്പറിൽ എഴുതണമെന്ന്. വേണ്ട, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതുക. ആ ഒറ്റ പ്രാവശ്യത്തെ ആ പേപ്പർ മതി. പിറ്റേ ദിവസം നിങ്ങൾ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ആ പേപ്പർ തുറന്നു വെച്ച് നമ്മൾ നടുക്ക് എഴുതിയേക്കുന്നില്ലേ, അത് നമ്മൾ മനസ്സിലൊന്ന് വായിക്കുക. അത്രയേ ഉള്ളൂ. വായിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ ഈ ഓരോ ദിവസവും പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. പിന്നെ എന്നോട് ഒരാൾ ഇതിന് ചോദിച്ചായിരുന്നു, അസുഖം മാറാൻ വേണ്ടി നമുക്കിത് ചെല്ലാവോ എന്ന് ചോദിച്ചു. അസുഖം മാറാൻ വേണ്ടി നമുക്കിത് ചെല്ലാം. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. എനിക്ക് ഡിസ്കിന് പ്രശ്നമായിട്ട് ഇപ്പം ഒരു 7-8 മാസത്തോളമായി. എനിക്കിപ്പോൾ കഴിഞ്ഞ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തുടങ്ങിയതായിരുന്നു. ഡിസംബറിനൊക്കെ മുന്നേ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് തുടങ്ങിയാണ്. എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നം ഉള്ളതാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ വേദന വരും, അതൊരാഴ്ചയൊക്കെ നിൽക്കും, പിന്നെ അങ്ങ് മാറിപ്പോവും. അങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്നെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ട് എനിക്കത് മാറുന്ന ലക്ഷണമില്ല. വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ അന്നേരം ഓർക്കും ചാകുന്നതിനൊക്കെ നല്ലതെന്ന്. അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ വേദന ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ടാബ്ലറ്റ് തരുന്നുണ്ട്, ഇഞ്ചക്ഷൻ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. അഡ്മിറ്റ് ആക്കുന്നില്ല. ഇനി ഇതിന് അഡ്മിറ്റ് ആക്കേണ്ട കാര്യം നമുക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാമെന്നേ അവർ പറയുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്നോട് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഞാൻ പറയും, ഡോക്ടർ ശകലം പോലും കുറവില്ല, എനിക്ക് നടക്കാൻ മേലായിരുന്നു. ഈ ഇടത്തെ കാലം എന്നിട്ട് അങ്ങോട്ടും നിലത്ത് കുത്താൻ മേലാത്ത വേദനയായിപ്പോയി. അതുപോലെ ആ കാലം മടക്കാനും പറ്റാത്ത വേദനയായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് മാറത്തൊന്നുമില്ല, ഇതിനി ഇങ്ങനെ ഉണ്ട്, ഈ വേദന ഇനി എന്നും ഇങ്ങനെ സഹിച്ച് പോകുകയുള്ളൂ, പിന്നെ ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പോകുമ്പോൾ 13,000 രൂപയുടെ ഗുളികയാണ് ഡോക്ടർ തരുന്നത്. പെയിൻ കില്ലർ ഇഷ്ടം പോലെ. അത് കഴിച്ച് ഒരു നേരം തന്നെ ഒരു 10-11 ഗുളിക കഴിക്കാൻ കാണും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി എൻ്റെ കിഡ്നിയൊക്കെ അടിച്ച് പോകും, ഇനി അതിനേക്കാൾ വലിയ രോഗം എനിക്ക് വരുമെന്ന്. ലാസ്റ്റ് ഞാൻ വാസന പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗുളിക കഴിക്കുന്നില്ല, എനിക്കിനി ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് ഞാൻ കമ്പത്ത് ഇങ്ങനെ ആയുർവേദത്തിൻ്റെ ഉണ്ട്, അവിടെ ഒന്നുകൊണ്ട് കാണിക്കാൻ, അവിടെ കൊണ്ട് കാണിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും എനിക്ക് വേദന കുറഞ്ഞു വന്നു. അന്നത്തേക്കാണ് എൻ്റെ ആങ്ങളയ്ക്ക് സുഖമില്ലാതെ വന്നു. അപ്പോൾ വീണ്ടും ആ ഒരു ഇതിലേക്ക് അങ്ങ് പോയി, ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ അങ്ങ് മുടങ്ങിപ്പോയി. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു പ്രാർത്ഥന എഴുതിയത് ഞാനിങ്ങനെ എൻ്റെ അസുഖം മാറിക്കിട്ടും, എനിക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടും എന്ന് ഞാൻ എഴുതി. എനിക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടും, എൻ്റെ അസുഖം മാറും എന്നിങ്ങനെ എഴുതി. അങ്ങനെ എഴുതി ഞാൻ 2-3-4 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ ചേച്ചി വിളിച്ച് പറഞ്ഞു, എടി മോനെ, നിനക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, എന്നോട് ഒരാൾ പറഞ്ഞാണ്, നിങ്ങളൊന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും എല്ലാ സ്റ്റെപ്പും ഞാൻ പിടിച്ചാണ് ഇറങ്ങി പോകുന്നത്. എനിക്ക് കാര്യം മുട്ടുമടക്കി ഒരാളുടെ സഹായം ഇല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനത്തെ വീഡിയോകൾ എടുത്തു തുടങ്ങിയത്. കാര്യം മറ്റേതെൻ്റെ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടറിയാം, ഞാൻ അല്ലാതെ ഫുള്ള് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നടന്നൊക്കെയാണ്. എനിക്ക് നടക്കാൻ മേലാതെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ ഇങ്ങനെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എവിടെ ചെന്നാലും മാറത്തില്ല എന്ന് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡിസ്കിനാണ് കുഴപ്പം, ഡോക്ടർ എനിക്കത് എക്സ്റേ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ മാറ്റിത്തരാം കേട്ടോ, ഇത് മാറുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പം അവിടെ ആ ഡോക്ടർ എന്ന് വെച്ചാൽ മരുന്നൊന്നുമില്ല കേട്ടോ, നമുക്കിങ്ങനെ പിടിച്ചിടുക, നമ്മൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നൊരു സംഭവം അതുപോലെയാണ്, അഡ്മിറ്റ് ഒന്നും ആക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം അന്നേരം എനിക്ക് അത് കഴിഞ്ഞത് എനിക്ക് മുട്ടിൻ്റെ വേദന അങ്ങ് മാറി. മുട്ടിൻ്റെ വേദന മാറി ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ ഉണ്ടോന്ന് കുനിയരുത്, 1 മാസത്തേക്ക് കുനിയെ ചെയ്ത് നടുവെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞത് തന്നെ ഞാൻ ചെയ്തു കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം ഞാൻ പറയാം, എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വെച്ചാൽ റെസ്റ്റ് എടുക്കണം, ഡോക്ടർ 3 മാസം കൊണ്ട് മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് എടുക്കണം. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് ശരിക്കും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് എനിക്ക് അടുക്കളയിൽ നിന്ന് ഒരു ദോശ പോലും ചൂടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതുപോലെ വരുന്നത് അത് ഞാൻ ഈ പ്രാർത്ഥന എഴുതിയതിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് എനിക്കറിയാം ഇത് മാറി കിട്ടിയതും. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ പറ്റും. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങൾ അസുഖം മാറാൻ വേണ്ടി ഇതിപ്പോൾ പ്രാർത്ഥന നിങ്ങൾ ചെയ്തോ, ആ കൂടെ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നതാണെങ്കിൽ അത് കഴിക്കണം. അത് നിർത്തിയേച്ച് നിങ്ങൾ ഈ പ്രാർത്ഥന മാത്രം ചൊല്ലി നിൽക്കരുത്. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. നമ്മളുടെ ഏത് അസുഖത്തിനാണെങ്കിലും നമ്മൾ മെഡിസിൻ കഴിച്ചാലേ നമുക്കത് മാറുള്ളൂ. അപ്പം മെഡിസിൻ കഴിക്കാതെ അത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ ഇപ്പം എനിക്കിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാത്രമേ പറഞ്ഞത്, ഞാൻ എനിക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ അസുഖം എന്നാന്ന് ചിലയിടത്ത് നമ്മൾ എവിടെ കാണിച്ചാലും പറയും ഒരു കുഴപ്പമില്ല, എനിക്കങ്ങനെയായിരുന്നു. ഞാൻ ഒത്തിരി എടുത്ത് കാണിച്ചപ്പോഴെല്ലാം പിന്നെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പം എക്സ്റേ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നതിനെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല, എൻ്റെ മനസ്സിൻ്റെ തോന്നലാന്ന് വരെ എന്നോട് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് കൊണ്ട് കാണിച്ചാൽ തന്നെ ഡോക്ടർ പറയുന്നത് ഡിസ്കിൻ്റെ കുഴപ്പമാണ്, ഇത് ഭയങ്കര വേദനയാണ് വന്നാൽ എന്ന് പറയുന്നത്. ബാക്കി എവിടെ ചെന്നാലും
എനിക്ക് നടുവിനല്ലായിരുന്നു ആദ്യം വേദന വന്നത്, കാലിലായിരുന്നു വേദന വന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്റേയിൽ എടുത്തേച്ച് അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അതേ നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്കത് സാധിച്ചു കിട്ടും. അപ്പോൾ എന്നോട് ഇങ്ങനെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞാണ്. ഈ പ്രാർത്ഥന ഞാൻ എഴുതി എനിക്കത് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് കാര്യം സാധിച്ചത്. അപ്പം നിങ്ങൾ അങ്ങനെ അസുഖത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുന്ന കൂടെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ കഴിക്കാനുള്ള മരുന്ന് കഴിക്കുക. അപ്പം നമുക്ക് അതിനുള്ളത് ദൈവം ബാക്കി നമ്മളെ കാത്തുകൊള്ളും, അതിനൊരു സംശയമില്ല. ഈ പ്രാർത്ഥന നിങ്ങൾ ആര് ചെയ്യില്ലാലും നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല. ഏത് മതക്കാർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യരുത്. അല്ലാതെ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമെന്നോ ക്രിസ്ത്യൻസിന് മാത്രമെന്നോ മുസ്ലിംസ് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യപ്പെട്ടെ, എനിക്കൊരു മുസ്ലിം ഒരു കുട്ടി കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സാധിച്ചു കിട്ടിയെന്ന്. കാര്യം എന്നിട്ട് ചേച്ചി പേപ്പർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പേപ്പർ എവിടെയെങ്കിലും കളഞ്ഞു വെച്ചാൽ അതിനൊരു പേടി, മറ്റാരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടായിരിക്കാം വീട്ടിലുള്ളവർ. പക്ഷേ അത് കളഞ്ഞ് ഞാൻ പറഞ്ഞ് കത്തിച്ച് കളയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കീറിക്കൊണ്ട് കളയോ ചെയ്തേക്കാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വിശ്വാസമാണ് നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടുന്നത്. അല്ലാതെ ഇന്ന മതത്തിലെ പ്രാർത്ഥന ചൊല്ലിയാൽ ഇന്ന ആൾക്കാർക്ക് മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ അങ്ങനെ ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും സാധിച്ചിട്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പ്രാവശ്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. നിങ്ങളത് വീണ്ടും വീഡിയോ മുഴുവൻ കാണാതാണ് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംശയങ്ങളോട് കൂടി കാണാതെ കൃത്യമായിട്ട് കാണുക. അപ്പം കൂടി ഒന്നൊരു 15 മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ, അതിൽ കൂടുതലൊന്നും വീഡിയോ കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അത് ഇത്രയും പറഞ്ഞു പോയേക്കുന്നത് എൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കുന്നുണ്ടാണ് അത്രയും പോയേക്കുന്നത്. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.